നമസ്കാരം. പണ്ടൊരു കാലത്ത് ഫോർഡ്, ഷെവർലെ അതുപോലെയുള്ള അമേരിക്കൻ ഭീമൻസ് അമേരിക്കയിലെ മാർക്കറ്റ് മാത്രമല്ല വേൾഡ് മാർക്കറ്റ് തന്നെ കീഴടക്കിക്കൊണ്ടിരുന്ന ഒരു സമയത്ത് അധികം എക്കണോമിക്കലി പ്രശ്നങ്ങളില്ലാത്ത നല്ല മൈലേജ് നൽകുന്ന മെയിൻ്റനൻസ് ഫ്രീ ആയിട്ടുള്ള ആവശ്യത്തിന് പവറുള്ള വാഹനങ്ങളുമായിട്ട് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ മാർക്കറ്റ് കീഴടക്കുകയും പിന്നീട് അമേരിക്കയുടെ തന്നെ ഒരു ഓട്ടോമൊബൈൽ ഹബ്ബെന്ന് പറയുന്ന ഡിട്രോയിറ്റ് തന്നെ തകർന്നു പോയൊരവസ്ഥ നമുക്കറിയാവുന്നതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാലം മാറുന്നതനുസരിച്ച് സ്വന്തമായിട്ടൊരു മാറ്റം ഉൾക്കൊള്ളാൻ കഴിയുന്ന ആളുകൾ മാത്രമാണ് ഇന്ന് നിലനിൽക്കുകയുള്ളൂ. അതിനെ ഒബ്ജക്റ്റ് ചെയ്യുന്ന ആളുകൾ നിലനിൽക്കില്ല. നമുക്കറിയാം, പണ്ട് എയർപോർട്ട് വന്ന സമയത്ത് ഇവിടെ എയർപോർട്ടിൻ്റെ ആവശ്യമില്ല, കമ്പ്യൂട്ടർ വന്ന സമയത്ത് ഇവിടെ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല, അതിവേഗ പാത ഇവിടെ ആവശ്യമില്ല. ഇന്ന് ജനങ്ങൾ മാറി, യുവാക്കൾക്ക് വേണ്ടത് ഡെവലപ്മെൻറ്റാണ്. അത്തരം കാര്യങ്ങളൊക്കെ എതിർക്കുന്ന ആളുകളുടെ അവസ്ഥ, അത് ഏത് പാർട്ടി ആയിക്കോട്ടെ, ഞാനൊരു പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനെ കുറിച്ചല്ല പറയുന്നത്, അത്തരം ആറ്റിറ്റ്യൂഡുള്ള ആളുകളാണ്. ആ ഒരു ചേഞ്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ പോലും ഇത്തരം വരുന്ന മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ നിലനിൽക്കില്ല. ഹോണ്ടയ്ക്ക് സംഭവിക്കാൻ പോകുന്നതും അതുതന്നെയാണ്, നിസാന് സംഭവിക്കാൻ പോകുന്നതും അതുതന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തകർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് വാഹന നിർമ്മാതാക്കൾ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെയല്ല ലോക മാർക്കറ്റിൽ തന്നെ തീർച്ചയായിട്ടും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാഹന നിർമ്മാതാവ് നിസാനാണ്. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ ഹോണ്ട വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോണ്ടയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ ആകെ 3 വാഹനങ്ങളാണ് അവർക്കുള്ളത്. എത്ര വലിയ പെഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഹോണ്ട അമേസ്, ഹോണ്ട എലിവേറ്റ്, ഹോണ്ട സിറ്റി, മൂന്നിൻ്റെയും പ്രകടനം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ആവറേജ് ഒരു 2500-3000 വാഹനങ്ങൾ വെച്ചിട്ടാണ് വിൽക്കുന്നത്. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5000 വാഹനങ്ങളാണ് ഓരോ മാസവും അവർ വിറ്റഴിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ക്രെറ്റ എന്ന് പറയുന്ന ഒരൊറ്റ വാഹനം തന്നെ ഒരു മാസം 16,000 യൂണിറ്റാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നിസാൻ ഇന്ന് നിലനിൽക്കുന്നത് നിസാൻ്റെ ചെറുകാർ കുഞ്ഞിക്കാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, നമ്മൾ പറഞ്ഞു വന്നത് നിസാൻ്റെ മാഗ്നൈറ്റ് എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ചിട്ടാണ്. മാഗ്നൈറ്റ് എന്ന് പറയുന്ന ഒരു വാഹനം ഇല്ല എന്നുണ്ടെങ്കിൽ നിസാൻ ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ നിൽക്കുമോ എന്നുള്ളൊരു കാര്യം വളരെ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിസാനും ഹോണ്ടയും തമ്മിൽ യോജിക്കുന്നു, എന്തൊക്കെയാണ് ആ ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്കുണ്ടോ. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകദേശം 1.5 വർഷം കൂടി സർവൈവ് ചെയ്യാനുള്ള ഫണ്ട് മാത്രമാണ് നിസാൻ്റെ പക്കലുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയ വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഐക്കോണിക് ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മിഡിൽ ഈസ്റ്റിലേക്ക് വളരെ മികച്ച വാഹനങ്ങൾ നിർമ്മിച്ച്, മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല ഗ്ലോബലി മൊത്തം നിർമ്മിച്ച് നൽകുന്ന ഒരു വാഹന ബ്രാൻഡാണ് നിസാൻ എന്ന് പറയുന്നത്. നിസാൻ്റെ അൾട്ടിമ എന്ന് പറയുന്ന ഒരു വാഹനത്തെക്കുറിച്ച് നമുക്കറിയാം, നിസാൻ്റെ ജൂക്ക് എന്ന് പറയുന്ന ഒരു വാഹനത്തെക്കുറിച്ചറിയാം, കാഷ്കായെ കുറിച്ചറിയാം, പാട്രോളിനെ കുറിച്ചറിയാം, GTR-നെ കുറിച്ചറിയാം. തീർച്ചയായിട്ടും അത്തരം നല്ല വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഒരു വാഹന നിർമ്മാതാവിൻ്റെ ഇന്നത്തെ അവസ്ഥ. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. എഞ്ചിൻ പേടെ മറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് ഓൾറെഡി അറിയാം, നിസാൻ ഇതിന് മുമ്പും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നിസാനെ സഹായിക്കാൻ വന്നതാണ് റെനോ എന്ന് പറയുന്നത്. നമ്മൾ റെനോയ്ക്കും നിസാനും സംഭവിച്ചത് എന്താണ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം അവരുടെ ഈ സെയിൽസ് ഔട്ട്ലെറ്റും അതുമാത്രമല്ല ഈ പറയുന്ന ഷോറൂമിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, നിസാനെ സപ്പോർട്ട് ചെയ്യാൻ വന്ന റെനോ അവരുടെ ഷെയർ അല്ലെങ്കിൽ സ്റ്റേക്ക് വളരെ കുറച്ച് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ഏകദേശം 43%, ടു പുട്ട് ഇറ്റ് ഇൻ പ്രിസൈസ് 43.2% റെനോയുടെ സ്റ്റേക്ക് എന്ന് പറയുന്നത് നിസാനിലുള്ളത്. അതിനി കുറച്ചിട്ട് ഏകദേശം ഒരു 34-35 കൊണ്ടുവരും എന്നറിയാൻ കഴിഞ്ഞു. കാരണം ഇത്തരത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കമ്പനിയെ സപ്പോർട്ട് ചെയ്യേണ്ട മറ്റൊരു കമ്പനി സ്ട്രഗിളിങ് കൂടിക്കഴിയുമ്പോഴത്തേക്കും അതിൽ നിന്നും പിന്മാറുന്നൊരവസ്ഥ വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ആ ഒരു വാഹന നിർമ്മാണ കമ്പനി സർവൈവ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ അവരുടെ കൂടെ നിൽക്കുന്നവർക്ക് വരെ ആശങ്കയുണ്ട് എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് ഹോണ്ട ഇവരുമായിട്ടൊരു അലയൻസിന് വേണ്ടി വരുന്നത്. കാരണം ഹോണ്ടയും ആ ഒരു സ്റ്റേജിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഗ്ലോബലിയാണ് ഈ ഒരു അലയൻസ് വരുന്നത്. പ്രധാനമായിട്ടും ഇവർ ഫോക്കസ് ചെയ്യുന്നത് ഇനിയുള്ള ഫ്യൂച്ചർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ അല്ല. ഇനി ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക് കാറുകളാണ്. അപ്പോൾ ഇലക്ട്രിക് കാറുകളുടെ മാനുഫാക്ചറിലാണ് ഈ ഒരു അലയൻസ് തീർച്ചയായിട്ടും വരുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ ഒരേ വാഹനത്തെ തന്നെ അല്ലെങ്കിൽ ഒരേ പ്ലാറ്റ്ഫോം, ഒരേ എൻജിൻ ഓപ്ഷൻസ്, ഇങ്ങനെയുള്ള, അതായത് ഒരു വാഹനത്തിനെ തന്നെ റീബാഡ് ചെയ്യുക അല്ലെങ്കിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്തുക, അത്തരത്തിലായിരിക്കും ഇനി കാര്യങ്ങൾ പോകുന്നത്. പണ്ട് നമ്മൾ നിസാൻ നോക്കുകയാണെങ്കിൽ നിസാൻ അവരുടെ സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടായിരിക്കും, ഹോണ്ടയ്ക്ക് അവരുടെ സ്വന്തമായിട്ടൊരു വാഹനം ഉണ്ടായിരിക്കും, ടൊയോട്ടയ്ക്ക് അവരുടെ സ്വന്തമായിട്ടൊരു വാഹനം, മാരുതി സുസുക്കിക്ക് അല്ലെങ്കിൽ സുസുക്കി ഉണ്ടാക്കുന്ന അവരുടെ വാഹനം ഉണ്ടായിരിക്കും, മഹീന്ദ്രയുടെ സ്വന്തം വാഹനം, ഫോർഡിന് അങ്ങനെയാണ്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കും, റെനോയുടെ വാഹനവും നിസാൻ്റെ വാഹനവും ഏകദേശം സെയിമാണ്.
റെനോയുടെ ഡസ്റ്റർ എന്ന് പറയുന്ന വാഹനമാണ്, നിസാൻ്റെ ടെറാനോ എന്ന് പറയുന്ന വാഹനം, പൾസ് എന്ന് പറയുന്ന വാഹനമാണ് മൈക്ര എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും നിസാൻ സണ്ണിയാണ് സ്കാല എന്ന പേരിൽ അറിയപ്പെട്ട വാഹനം. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇതെല്ലാം സെയിം ആണ്. ഇപ്പോൾ പലർക്കും അറിയാത്ത കാര്യമാണ്, റൂമിയോൺ എന്ന് പറയുന്ന വാഹനം ടൊയോട്ടയുടെ വാഹനം തന്നെയാണ്. അത് സെയിം വാഹനമാണ് മാരുതി സുസുക്കിയുടെ എർട്ടിഗ. കറക്റ്റായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എർട്ടിഗയാണ് റൂമിയോൺ എന്ന് പറയാം, അല്ലെങ്കിൽ ഫ്രോങ്സ് ആണ് അർബൻ ക്രൂയിസർ ടൈസർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഗ്ലാൻസ എന്ന് പറയുന്ന വാഹനം യഥാർത്ഥത്തിൽ ബലീനോ ആണെന്ന് നമുക്കറിയാം. അപ്പം യഥാർത്ഥത്തിൽ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റിംഗ് ഒരു സ്ട്രാറ്റജി തന്നെയാണ്. കാരണം ഒരു വാഹനത്തെ എടുത്ത് റീബാഡ് ചെയ്ത് വിൽക്കുന്നു. പക്ഷേ ഹ്യുണ്ടായും കിയയും നമ്മൾ നോക്കുമ്പോഴത്തേക്കും K2 പ്ലാറ്റ്ഫോമിൽ വരുന്ന ഹ്യുണ്ടായുടെ ക്രെറ്റ എന്ന് പറയുന്ന വാഹനത്തിന് കുറച്ച് മോഡിഫിക്കേഷനൊക്കെ വരുത്തിയിട്ട്, ഇൻറ്റീരിയർ ആണെന്നുണ്ടെങ്കിലും എക്സ്റ്റീരിയർ ആണെന്നുണ്ടെങ്കിലും ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ടാണ് സെൽറ്റോസ് ആയിട്ട് കിയ വിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും പ്ലാറ്റ്ഫോം ഷെയറിങ് മാത്രമാണ് അവിടെ വരുന്നത്. പക്ഷേ ടൊയോട്ടയും സുസുക്കിയും ചെയ്യുന്നത് റീബാഡ്ജിങ് ആണ്, എംബ്ലം മാത്രം മാറ്റി വയ്ക്കുന്നു. നമുക്ക് കാര്യത്തിലേക്ക് വരാം. പണ്ട് ഡിട്രോയിറ്റിനെ അല്ലെങ്കിൽ അമേരിക്കൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ തന്നെ തകർത്ത ജാപ്പനീസ് മാനുഫാക്ചറുടെ ടെക്നോളജി എന്ന് പറയുന്നത് അതിഭയാനകമായിരുന്നു, അല്ലെങ്കിൽ നമ്മളതിനെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത്, കഴിഞ്ഞ ദിവസം വേലുസ്വാമി സാറിൻ്റെ, അതായത് മഹീന്ദ്രയുടെ പ്രോജക്റ്റ് ഹെഡായിട്ടുള്ള വേലുസ്വാമി സാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഞങ്ങൾ ഹൈബ്രിഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കാരണം ഹൈബ്രിഡിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവി എന്ന് പറയുന്നത് ഇലക്ട്രിക്കാണ്. ഇലക്ട്രിക്കിലേക്ക് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് അവിടെ റിസർച്ച് നടത്തി അതിലൊരു പുരോഗതി ഉണ്ടെങ്കിൽ മാത്രമാണ് ചൈനീസ് വാഹന നിർമ്മാതാക്കളുമായിട്ട് നമുക്ക് കോമ്പീറ്റ് ചെയ്ത് മുന്നോട്ട് വരാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മളിവിടെ ഈ ഹൈബ്രിഡുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസർച്ചുമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ചൈനീസ് വാഹന നിർമ്മാതാക്കൾ ഓൾറെഡി അവർ ഇലക്ട്രിക്കിൽ നല്ല രീതിക്ക് റിസർച്ച് ചെയ്ത് മുമ്പോട്ട് വന്നു കഴിഞ്ഞു. ബാറ്ററിയൊക്കെ ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ അതിലേക്ക് കടക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഹൈബ്രിഡിലേക്ക് കടക്കുമ്പോഴത്തേക്കും, ഇവർ ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ ഇവർ ഒരു 25-30 വർഷമെങ്കിലും മുമ്പിൽ ചെന്നിരിക്കും, തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇന്ത്യൻ മാനുഫാക്ചറിൽ ഏറ്റവും നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്നത് മഹീന്ദ്ര ആണെന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ചൈനീസ് വാഹന നിർമ്മാതാക്കളുടെ അതിശക്തമായ കോമ്പറ്റീഷനാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളുടെ തകർച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്. നമ്മൾ നോക്കൂ, BYD എന്ന് പറയുന്ന വാഹന നിർമ്മാതാവിൻ്റെ ബാറ്ററീസിലാണ് പല വാഹന നിർമ്മാതാക്കളും ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക് കാറിൻ്റെ വിപ്ലവത്തിൽ ചൈന ഒരു പടിയെന്നല്ല, ഒരു 8 പടി മുന്നിലാണ്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബ്ലേഡ് ബാറ്ററി ടെക്നോളജി ഒക്കെയാണ് ഇപ്പോൾ പല വാഹന നിർമ്മാതാക്കളും, ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളൊക്കെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചൈന എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ഈ ഒരു ഇലക്ട്രിക് വാഹനങ്ങളുടെ ഡെവലപ്മെൻറ്റുമായിട്ട് ഒരുപാട് കോറിലേറ്റ് ചെയ്ത് നിൽക്കുന്നു. അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിസാന് ഈ ഒരു അലയൻസ് രക്ഷയാകും എന്നൊരു പ്രതീക്ഷയുണ്ട്. അതുമാത്രമല്ല, നല്ല നല്ല ബ്രാൻഡുകളൊക്കെ ഇത്തരത്തിൽ കാലം മാറുന്നതനുസരിച്ച് അല്ലെങ്കിൽ പുതിയ പുതിയ ടെക്നോളജി വരുമ്പോഴത്തേക്കും അപ്ഡേറ്റ് ആകാതെ നോക്കിയയ്ക്ക് സംഭവിച്ചതുപോലെ പിന്മാറപ്പെടുമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യനുമുണ്ട്. തീർച്ചയായിട്ടും നിസാനും ഹോണ്ടയൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കണം. ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിൽ തന്നെ നിലനിൽക്കണം. മഹീന്ദ്രയുടെ ഭാവി വളരെ ശക്തവും സുസ്ഥിരവുമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത്. നന്ദി, നമസ്കാരം.